ദിനവൃത്താന്തങ്ങളുടെ 2-ാം പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യം. ഈ കാര്യം എൻ്റെ ഹിതത്താൽ സംഭവിച്ചിരിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അവർ യഹോവയുടെ അരുളപ്പാട് അനുസരിക്കുകയും യൊരോബെയാമിൻ്റെ നേരെ ചെല്ലാതെ മടങ്ങിപ്പോവുകയും ചെയ്തു. ഈ 11-ാം അധ്യായം രെഹബെയാമും യൊരോബെയാമും തമ്മിലുള്ള പ്രതിബന്ധത്തിൻ്റെ കാര്യം പറയുകയാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ യൊരോബെയാമിൻ്റെ നേരെ ചെന്ന് ആക്രമിക്കുവാൻ പദ്ധതിയിട്ടപ്പോൾ ദൈവം അവിടെ പറയുന്ന ഒരു കാര്യം, ഇത് എൻ്റെ ഹിതത്താൽ സംഭവിച്ചിരിക്കുന്നതാണ്. ദൈവഹിതത്താൽ സംഭവിക്കുന്ന കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് ദൈവഹിതത്താൽ സംഭവിക്കുന്ന കാര്യങ്ങൾ? ദൈവത്തിൻ്റെ ഹിതം എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കൃപ നമുക്ക് എങ്ങനെ ലഭിക്കും? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും. കഷ്ടതകളും ദുഃഖങ്ങളും നെടുവീർപ്പുകളും സന്തോഷവും സന്തോഷമില്ലായ്മയും എല്ലാം ദൈവത്തിൻ്റെ ഹിതത്താലാണ് ഉണ്ടാകുന്നത് എന്നുള്ളൊരു തിരിച്ചറിവുണ്ടാകുന്നു എന്ന് വരികിൽ അത് ദൈവത്തോട് വിധേയത്വം കൂടാനായിട്ട് കാരണമായി തീരും. ദൈവം എപ്പോഴും സന്തോഷമേ തരുവുള്ളൂ, രോഗമൊന്നും തരികില്ല എന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നെങ്കിൽ അങ്ങനെയല്ല. ദൈവഹിതത്താൽ ചില രോഗങ്ങൾ, പ്രയാസങ്ങൾ, മരണങ്ങളൊക്കെ സംഭവിക്കും. അത് ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, നമ്മുടെ ഇഷ്ടമല്ല. ദൈവത്തിൻ്റെ ഹിതത്താൽ ഉണ്ടായതാണ് എന്നുള്ള തിരിച്ചറിവുണ്ടാകുന്നതാണ് ഏറ്റവും വലിയ കാര്യം.